എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇവിടെ കിട്ടിയ കല്ലുമ്മക്കായ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കളറിലല്ല അതിൻ്റെ തോട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വലുത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്, ഫ്രഷാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കല്ലുമ്മക്കായ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അതുപോലെ ഓരോ കല്ലുമ്മക്കായ എടുത്തിട്ടും നമ്മൾ നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ചുരണ്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ വയറിനൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിതിനി ഒന്ന് പൊളന്നെടുക്കുകയാണ്. ഇത് പിളർന്നെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മുഴുവനായിട്ടും വിടർത്തിയെടുക്കരുത്. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു ചകിരി നാര് പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതൊരു നമ്മൾ നൈഫ് വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കത്രിക വെച്ചിട്ടോ കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ ഇങ്ങനെ കമഴ്ത്തിയാണ് കല്ലുമ്മക്കായ വെക്കേണ്ടത്. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. പുറമേ ഈ ചകിരി പോലത്തത് വന്നിരിപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ അകത്തും ഉണ്ടാകും. അപ്പോൾ അകത്തതും എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നല്ല മാംസമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായ നിറയ്ക്കാനുള്ള മാവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി ചെറിയ ഉള്ളി ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പെരിഞ്ചീരകം അഥവാ വലിയ ജീരകം കൂടി ചേർത്തിട്ട് ഇത് തരിതരിപ്പായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് മഷി പോലെ അരയ്ക്കേണ്ട. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടി വെച്ചിട്ടാണിത് മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അതൊരു 1/4 കപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മളൊരു 1/4 കപ്പ് പുട്ടുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. തരിപ്പരിപ്പോട് കൂടിയിട്ടുള്ള പുട്ടുപൊടിയാണ്. നന്നായിട്ട് ഇളക്കി കട്ടിയാകുന്നവരെ ഒന്ന് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു 3-4 കല്ലുമ്മക്കായ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആ മാവിലേക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മാവിലേക്ക്. നമ്മളിവിടെ കുറച്ച് കറിവേപ്പില പിച്ചിയിട്ട് ചേർക്കുന്നുണ്ട്. ശരിക്കുള്ള റെസിപ്പി കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ അരിയൊക്കെ കുതിർത്ത് അരച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അരിയൊന്നും അരച്ച് കുതിർക്കാൻ സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അരിപ്പൊടിയും അതുപോലെ തന്നെ പുട്ടുപൊടിയും വെച്ചിട്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കല്ലുമ്മക്കായ്ക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഓരോ വലിയ സ്പൂണ് ഉരുളകളാക്കിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ കല്ലുമ്മക്കായ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇത് നിറച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഷേപ്പിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കിതിനെ ആവി കയറ്റിയെടുക്കാം. ഞാൻ 2-ലോ 3-ലോ പഠിക്കുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ തലശ്ശേരിയിൽ നിന്ന് വന്നപ്പം കല്ലുമ്മക്കായും അതുപോലെ തന്നെ ഉന്നക്കായും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ ഞാനിത് കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വലിയ കക്ക കണ്ടപ്പോൾ വാങ്ങിയതാണ്. പക്ഷെ നല്ലതായിട്ട് തന്നെ വന്നു. അന്ന് കഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ കല്ലുമ്മക്കായ കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് 3 തട്ടുകളിലാക്കി വെച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ തോട് മാറ്റിയിട്ട് എല്ലാം ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ 3 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളി ഒന്ന് മിക്സ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചിട്ട് ചേർത്താലും മതി. വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് കുഴമ്പാക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. കല്ലുമ്മക്കായ ഇതിൽ ഒന്ന് മുക്കിയിട്ട് വേണം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണയിൽ
ഈ കല്ലുമ്മക്കായ ഈ ബാറ്ററിൽ മുക്കിയിട്ട് തിരിച്ചു മറിച്ചുവിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. കോൺഫ്ലവർ ഇതിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിനെസ് പുറം ഭാഗത്ത് കിട്ടും. അതുപോലെ നന്നായിട്ട് ഒരു സൈഡ് റെഡി ആയതിനു ശേഷം മാത്രം തിരിച്ചിടുക. അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും നമ്മളിപ്പോൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കല്ലുമ്മക്കായ നിറച്ചതിപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് കക്ക കിട്ടിയാലും ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, വലിയ ടൈപ്പിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്